കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. നമസ്കാരം. അങ്ങനെ കാത്തിരിപ്പിന് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാണ് കേട്ടോ. ഇത്ര നേരം ഞങ്ങളല്ലേ കാത്തിരുന്നേ? ഞങ്ങൾ റെഡിയാണ്. അപ്പൊ നിങ്ങളും സെറ്റ് ആണല്ലോ അല്ലെ? വെൽക്കം all of you and now you are watching Star Magic, our special partner Kenmi Online English and Shiva Learning App, powered by Kanchana Payasamix, PhonePe, Scott Float Cleaner, Sparko Biryani Secret Masala, Lana Technologies, our spice partner Eastern, online education partner Xylem MBBS Mobile Entrance App, and our special partner Crispello, our health partner Cavalari. പ്രിയ കലാസ്നേഹികളെ, ആറ്റിങ്ങൽ RC തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം മകരമാസത്തിലെത്തിയ കാമുകൻ. നടക്കില്ല നടക്കില്ല നടക്കില്ല. ഈ ശിവദാസ മേനോനാണ് പറയുന്നത് നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ നടക്കില്ല എന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഏത് ശിവരാജ മോഹനാണെങ്കിലും നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എപ്പോഴും പൊക്കിയെടുത്തോണ്ട് വരാൻ പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വല്ലപ്പോഴും ഇറങ്ങി നടക്കണമെന്ന്. തന്നെ ഈ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലായിരുന്നെങ്കിൽ നാടകത്തിലെ കളവന്മാരും തെണ്ടിപ്പോയേനെ. മോളെ നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി മോളെ. മോളെ അച്ഛൻ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പൊ ഇത്രയും കാലം അച്ഛന്റെ ഓർമ്മ പോയി കിടക്കുകയായിരുന്നോ? അതല്ല മോളെ, ഈ വടിയും കുത്തി നടന്നപ്പോഴാണ് അച്ഛൻ ഇപ്പൊ ഓർമ്മ വന്നത്. അച്ഛന് വടിയാകാനുള്ള സമയമായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ കല്യാണം നടത്തണം. അച്ഛന് നാണല്ലേ ഈ വയസ്സാകാലത്ത് കല്യാണം? എന്റെ കല്യാണമല്ല, നിന്റെ കല്യാണം നടത്തണം. നിനക്ക് പറ്റിയ ഒരു ചെക്കനെ എനിക്ക് കണ്ടെത്തണം. അപ്പോ എന്റെ മുറച്ചെറുക്കൻ ബാലേട്ടൻ? ബാലേട്ടൻ ആ പേര് ഇവിടെ മിണ്ടിപ്പോകരുത്. ഞാൻ കിടന്നുറങ്ങിയ സമയത്ത് എന്റെ ഏലസ് എടുത്ത് പണയം വെച്ച് നാട് വിട്ട അവന്റെ പേര് ഇവിടെ മിണ്ടിപ്പോകരുത്. ആ മോഹം നീ അങ്ങ് മാറ്റി വെച്ചേക്ക്. ബാലേട്ടനല്ലാതെ ഞാൻ ആരെയും കല്യാണം കഴിക്കില്ല. പുറത്ത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നടക്കില്ല നടക്കില്ല നടക്കില്ല. ഈ ശിവദാസ മേനോനാണ് പറയുന്നത് നടക്കില്ല. ഈ മനുഷ്യൻ ഈ നടക്കില്ല പറഞ്ഞ് നമുക്കിത് പണിയാക്കി നടക്കില്ലെങ്കിൽ നാടകമാണിത്. അല്ല ഇത് ഏതാന്ന് പറയണ? ഇപ്പൊ നാടകത്തിൽ പറഞ്ഞാണോ നിങ്ങൾക്ക് നടക്കാൻ വയ്യാത്താണോ? അല്ല അല്ല ഇത് 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 യഥാർത്ഥ ഡയലോഗ് പറഞ്ഞു. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉടയ്ക്കാതെ പുരാവസ്തുവാണ്. നന്ദിനിക്കുട്ടി, എന്റെ നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ഇതെന്തിനാ കെട്ടിപ്പിടിച്ചേ? വെറുതെ ഒരു രസത്തിന്. ഫസ്റ്റ് വാമനയിലേക്കാണല്ലോ വന്ന് കേറി കൊടുത്തേക്കണേ. ഞാൻ നാട് വിട്ടുപോയ ബാലേട്ടൻ. നടുവെട്ടിയ ബാലേട്ടനോ? അയ്യോ, നടുവെട്ടിയ ബാലേട്ടനല്ല, നിന്റെ പഴയ നാട് വിട്ടുപോയ ബാലേട്ടനാണെന്ന്. ഞാൻ ബാലേട്ടൻ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റാതിരിക്കാൻ ഞാൻ ബോംബെയിൽ ബോംബ് വെച്ചിട്ട് വന്നേക്കോന്നല്ല പറഞ്ഞേ. ഞാൻ നിന്റെ ബാലേട്ടനാ, പണ്ടത്തെ ബാലേട്ടൻ. നീ വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ശരിക്കും പണ്ടാ വള്ളി നിക്കറും ആ ബാലേട്ടനാണോ? ഇളവേ, ഞാൻ പഴയ ബാലേട്ടനാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോ ഇതെല്ലാം ഊരി കളഞ്ഞിട്ട് വള്ളി നിക്കർ ഇട്ടോണ്ട് നിന്നെ കുണുക്കോ 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 എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? ഞാൻ ബാലേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? അമേരിക്ക, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, വിയന്ന, ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ നിന്റെ അച്ഛന്റെ അരയിൽ കിടക്കുന്ന ഒരു ഏലസിന്റെ പണം മാത്രം പോരായിരുന്നു. അതുകൊണ്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി. കള്ളവണ്ടിയാണോ? കള്ളവണ്ടിയല്ല, നല്ല പുത്തൻ പെയിന്റ് അടിച്ച നല്ല മണമുള്ള സൂപ്പർ വണ്ടി. എന്നൊന്ന് വിളിക്കായിരുന്നില്ലേ ബാലേട്ടന്? നന്ദിനിക്കുട്ടി, 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 ഇതല്ല, എന്നൊന്ന് ഫോൺ വിളിക്കായിരുന്നില്ലേ? ബോംബെയിലെത്തിയതിനു ശേഷം ഞാൻ ബോംബെ അധോലോകം തേടി അലഞ്ഞു, ഒരുപാട് അലഞ്ഞു. അവസാനം ഞാനൊരു വണ്ടിയിൽ കയറി. കണ്ടക്ടറിനോട് ചോദിച്ചു എവിടെ ഇറങ്ങണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഒരധോലോകം. ഇത് പറഞ്ഞതും ആ കണ്ടക്ടറിനെ ചവിട്ടി പുറത്തേക്ക് തള്ളുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് വെച്ചടി കയറ്റമായിരുന്നു. അവിടെ നിന്നാണോ വളർന്നത്? അവിടെ നിന്നല്ല വളർന്നേ. എന്നെ ഇപ്പോൾ ചവിട്ടിയിട്ട് ഞാൻ മലയടിവാരത്തിന്റെ താഴെയാണ്. അങ്ങനെ ഞാൻ ചവിട്ടി എത്തിപ്പെട്ടത് ഒരു കൊട്ടേഷൻ ടീമിലായിരുന്നു. തലവെട്ട്, കാൽവെട്ട്, നടുവെട്ട്, കഴുത്തുവെട്ട്, മുടിവെട്ട്. മുടിവെട്ടല്ല, കഴുത്തുവെട്ട്. അങ്ങനെ
അങ്ങനെ ഞാൻ വളർന്ന് 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 ഒരു കൊടീശനായി. ഇന്ന് അധോലോകത്ത് ചെന്നാൽ ബാലാജി എന്ന് പറഞ്ഞ പേര് കെട്ടാൻ കിട്ടുകിട്ടാ വിറയ്ക്കും. പക്ഷെ ഡിസംബർ മാസത്തിൽ പറയണത് മാത്രം. നന്ദിനിക്കുട്ടി, ഇത്രയും നാളും ഇവിടെ നിന്ന് വിട്ടുന്നു ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് വന്നെന്ന് അറിയാമോ? എന്റെ നന്ദിനിക്കുട്ടിയെ സ്വന്തമാക്കാൻ. ഞാനും കാത്തിരിക്കുകയായിരുന്നു. നന്ദിനിക്കുട്ടി, എടാ സമയായി മുതലാളി കൊണ്ടുവാ. പണ്ടാരടങ്ങാനായിട്ട് തള്ളിക്കൊണ്ട് പോണതാണ്. അപ്പൊ ഈ സാധനത്തിനെ എടുത്തോണ്ട് ഇവിടെ വരാൻ വലിയ പാടാ. നീ വന്നു അല്ലേ? വരേണ്ടി വന്നു. എന്തിന്? എന്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ. ഇവിടെ കാല് കുത്തരുന്നു എന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഇവിടെ കോല കുത്തണമെങ്കിൽ എൻട്രൻസ് പരീക്ഷ പാസ്സാണോ അച്ഛാ? അല്ല അമ്മാവാ. ആരാ നിന്റെ അമ്മാവൻ? എന്താ എന്നെ അമ്മാവെന്ന് വിളിക്കരുത്. എന്നാ പിന്നെ ഇവിടെ അമ്മാവൻ അമ്മാവൻ എന്നാണ്ട് വിളിച്ചോടൊക്കെ മുടിയൊക്കെ നന്നായിട്ട് നിരച്ചിട്ടുണ്ടല്ലോ. അമ്മാവൻ ഈ സെറ്റപ്പ് നല്ല പ്രീക്കനായിട്ട് നല്ല ജീൻസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ച് നിരന്തരം വരെ കയറ്റിട്ട് ഇങ്ങനെ നിന്നിട്ടുള്ള ജഗദീഷിനെ പോലെ തോന്നും. ജഗദീഷിനെ പോലെ ഇത് മതി അമ്മാവ. ഈ ഊര് തഞ്ചയ്ക്ക് എന്റെ മകളെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല. അമ്മാ പണ്ടത്തെ ഊരുത്തണ്ടിയല്ല അമ്മാവന്റെ ഈ മോൻ. ഇന്ന് ഞാൻ കോടീശ്വരനാണ്, കോടീശ്വരൻ. അമ്മാവൻ കണ്ടില്ലേ എന്റെ ഈ ഷൂസ്, എന്റെ ഈ പാന്റ്, എന്റെ ഈ ഷർട്ട്, എന്റെ ഈ കോട്ട് തിരിഞ്ഞുപോയി. എന്റെ ഈ കോട്ട്, എന്റെ ഈ ഷർട്ട് 250 രൂപ എടുത്താൽ ഏത് വണ്ടിക്കും കിട്ടൂടാ ഇതുപോലെ വാടകയ്ക്ക്. 250 രൂപ എടുത്ത് മേടിച്ചാണോ സാധനം? ഈ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ച് ഞാൻ തരില്ല. ഈ ശിവദാസമേനൻ എന്നാണ് പറയുന്നത്. നടക്കില്ല നടക്കില്ല നടക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞ് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് എങ്ങനെയെങ്കിലും കാലിന്റെ മുട്ടുവേദന മാറ്റിയെടുക്കാം. ഞങ്ങൾക്ക് കിടന്ന് പൊക്കാൻ വയ്യ. വാ. ഇത് നാടകത്തിലെ ഡയലോഗ് ഇവന്റെ അടുത്താ പറഞ്ഞത്. എന്റെ അടുത്ത് പറഞ്ഞോ? ഇവന്റെ മോഹം നടക്കില്ലെന്നാ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഒന്നി നിങ്ങൾ നടക്കില്ലെന്നോ അല്ലെങ്കിൽ നാടകത്തിൽ നടക്കില്ലെന്നോ. ഇതെന്റെ ഡയലോഗാ. ഡയലോഗാണ്. ഡയലോഗ് പോട്ടെ എന്നാ. വിളിക്കാം കേട്ടാ. കസാരോടെ വെച്ചിട്ട് ആവശ്യം വരും. അമ്മാവാ, അവസാനമായി ഞാനൊരു കാര്യം പറയാം. എന്റെ നന്ദിനിക്കുട്ടി എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ തോക്ക് വെച്ച് ഇഹലോകവാസം എന്നേക്കുമായി ഞാൻ ജീവിതം അവസാനിപ്പിക്കും. ഇഹലോകവാസം നമ്മൾ റിഹേഴ്സൽ ചെയ്തത് തെറ്റിപ്പോയി. ആൾക്കാർ നോക്കിക്കുമ്പോ ഇഹവനാസം ഇഹവാസം എന്നതാ വിരോധാഭാസമായിരിക്കും. വിരോധാഭാസം. അയ്യോ വിരോധാഭാസം അല്ലേ? ഞാൻ ജീവിതം എന്നേക്കുമായിട്ട് ജീവിതം അവസാനിപ്പിക്കും. അതുപോലെ ഈ ശിവദാസമേനനെ പേടിപ്പിക്കായിരിക്കും. എങ്കിൽ അവസാനിപ്പിക്കടാ ജീവിതം. അമ്മാവാ, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഞാൻ വീണ്ടും തെറ്റുള്ള ജീവിതം അവസാനിപ്പിക്കും. നിനക്കൊരിക്കലും എന്റെ മകളെ കിട്ടാൻ പോകുന്നില്ല. നീ പറഞ്ഞത് അത് സാധിക്കുമെങ്കിൽ ഈ അതെന്തേ പറഞ്ഞത് ഈ സാധനം വേണ്ട വേണ്ട. ഞാൻ അന്നേരം ഞാൻ പറഞ്ഞപ്പോ ഇയാള് വട്ടക്കണ്ണടയും വെച്ചാൽ എന്നാ പറഞ്ഞ നീ അത് നിനക്ക് പറയാൻ കഴിയും, നിനക്ക് പറയാൻ കഴിയും. അത് മമ്മൂട്ടിയുടെ പടം അത്. അതല്ല ഈ ജീവിതം അവസാനിപ്പിച്ച് കാണിക്കടാ. അമ്മാവാ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഞാൻ നന്ദിനിക്കുട്ടിയെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ തോക്ക് കൊണ്ടാണ് സാധനം വീണ്ടും കയറി വരുവാണല്ലോ. കിട്ടുന്നില്ലല്ലേ? നീ അതെങ്ങനെ ഒപ്പിച്ചെടുത്തത്? അതെനിക്ക് അറിയായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു. ജീവിതാവസാനം വരെ അവസാനിപ്പിക്കും. അവസാനിപ്പിക്കടാ. അമ്മാവാ, ഞാൻ അവസാനമായി പറയാണ്, അവസാനിപ്പിക്കട്ടെ. നിനക്ക് ഇവിടെ കിട്ടാൻ പോകുന്നില്ല. 1000 ഉണ്ടെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച് കാണിക്കടാ. അവസാനിപ്പിക്കും. കാണിക്കടാ. Ready 1, ready 2, ready. കറക്റ്റ് ബട്ടൺസോട് കൂടി ഉള്ളിലേക്ക് പോയി. എടാ മഹാഭാവി, ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് നീ എന്തിനാ എന്നെ വെടി വെച്ചത്? ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും എന്നല്ല പറഞ്ഞ, അമ്മാവന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന പറഞ്ഞ. ഈ അമ്മാവന്റെ ജീവിതം തീർന്നു. ഇനി എനിക്കും എന്റെ ഭാര്യയ്ക്കും നന്ദിനിക്കുട്ടിക്ക് ഇഷ്ടംപോലെ ജീവിതം കിടക്കുകയല്ലേ. നന്ദിനിക്കുട്ടി വരൂ, നമുക്ക് ബോംബെ അധോലോകത്തിലേക്ക് പറക്കാം. എങ്കിൽ നടക്കില്ല നടക്കില്ല നടക്കില്ല. ശരിയാ, ഇനി ഇത് നടക്കില്ല. ഇതിവിടെ കിടക്കും. നിങ്ങൾ പോയി അടിച്ചു പൊളിക്ക്. അതെ അതാ ഇപ്പൊ പറഞ്ഞത് ശരി. ഇതിരിക്കട്ടെ വെറുതെ. അല്പസമയം ഞങ്ങൾക്കും സൂപ്പർ, അടിപൊളി. ഇവര് രണ്ടുപേർക്കും ഈ സ്റ്റേജിൽ നല്ല തഴക്കമുണ്ടെന്ന് വിചാരിക്കാം. ലക്ഷ്മി. അടിപൊളിയായിട്ട് ചെയ്തല്ലോ. അത് തന്നെ. കാരണം ഇവർ രണ്ടുപേരും നമ്മൾ വിചാരിച്ചാണ് നെറ്റിച്ച് കളഞ്ഞു. താങ്ക് യു. അല്ല അവിടെ എന്ന് വെച്ചാൽ നമ്മള് റിഹേഴ്സൽ ചെയ്തപ്പോഴേ
അപ്പൊ ഞാൻ ഓർത്തത് എങ്ങനെ പോകുമെന്ന് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ വന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്ര കട്ടക്ക് തന്നെ നിന്ന്. എന്നിട്ട് ആ പണ്ടത്തെ നമുക്കൊരു ചെറിയ തെറ്റ് പറ്റി. ആ നാടകം ചെയ്യുന്ന രീതി, ആ മാനേഴ്സ്, എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. താങ്ക് യു. ഇതിനു മുമ്പ് നാടകം ചെയ്തിട്ടുണ്ട്? ഞാൻ ആക്ച്വലി നാടകം ചെയ്തില്ല. ഞാൻ അതായിരുന്നു പറയാൻ വന്നത്. സ്കൂളില് കുട്ടിയായിരിക്കുന്ന വേണ്ടിയിട്ട്. സമയത്ത് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു നാടകം എന്നുള്ളൊരു സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നാടകം എന്ന് പറയുമ്പോഴേ നമ്മള് ഇപ്പഴല്ലേ നമ്മള് മിമിക്സിലേക്ക് ഇറങ്ങിയത്. അല്ലാതെ ഈ നാടകത്തിന് എല്ലാ ഉത്സവപ്പറമ്പിലും പ്രൊഫഷണൽ നാടകങ്ങൾ വരുമല്ലോ. ആ നാടകക്കാരുടെ ഒരു അനൗൺസ്മെന്റ് തന്നെ അല്ലേ? പലപ്പോഴും മിമിക്രിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹൽ 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 ഹൽ. പ്രിയരെ, കൊല്ലം ബാധ്യതയുടെ നാടകം ആരംഭിക്കുന്നു. അതിനു മുൻപ് വേദിയിലേക്ക് പ്രകാശം പരത്തുന്ന എല്ലാ പ്രകാശ ക്രമീകരണങ്ങളും അണച്ചു നിന്ന് നാടകത്തിന്റെ പരിപൂർണ വിജയത്തിലേക്ക് ഞങ്ങളോടൊപ്പം ആത്മാർത്ഥമായി സഹകരിക്കുക. അടുത്ത ജൂൺ ആദ്യവാരം മുതൽ ഞങ്ങളുടെ നാടകം കഞ്ഞിവെള്ളത്തിൽ കാലുമുക്കിയ കാക്ക. അല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അനൗൺസ് പറയുന്നത്. ഞങ്ങൾ മിമിക്സിന്റെ ഇടയിൽ പറയുമ്പോ ഒന്ന് കെട്ടി പറയും. സനൂഷയ്ക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ കൊടുക്കുക. അടിപൊളിയായിട്ട് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും മാസീവ് സൂപ്പർ. താങ്ക് യു സോ മച്ച്. കൊച്ചൊക്കെ ജാട കൊച്ചായിരിക്കോ, നമ്മളായിട്ട് മിങ്കിളാവോ, ഇതൊക്കെ ചെയ്യോ എന്നൊക്കെ ഓർത്ത് ഒരു ടെൻഷൻ മിങ്കിളാവും. നിങ്ങൾ അങ്കിളാവുകൊണ്ട് ആ കൊച്ചു മിങ്കിളാവും. അവിടെ നല്ല ഇവിടെ ശബ്ദവും വെളിച്ചം വന്ന് സഹായിച്ച സ്റ്റാർ മാജിക്കിന്റെ പേരിലും ടീമിന്റെ പേരിലും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നടക്കല്ലേ ഇരിക്കുന്ന ആൾക്കാര് നടക്കല്ലേ ഇരിക്കല്ലേ. ഓഡിയൻസിന്റെ ഒരു പ്രത്യേക അനൗൺസ്മെന്റ് ഉണ്ട്. ദയവ് ചെയ്ത് നടക്കല്ലേ ഇരിക്കുന്നവർക്ക് കുഴപ്പമില്ല, വിനീഷ് വാസി വാ തുറക്കല്ലേ. അപ്പൊ ഇതെല്ലാം ഇനി അവിടെ ഇരിക്കാം. അവിടെ ഇരുന്ന് നമ്മൾ എല്ലാവരെയും ശ്രദ്ധിക്കാം. ഗെയിമിന് പുട്ടിനെ പീര കൊടുക്കുന്ന പോലെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകാം. റെഡി അല്ലേ? ഓൾ സെറ്റ്? ഓൾ സെറ്റ്. അടിച്ചു വിളിക്കാം. യെസ്. വൺസ് അഗൈൻ വെൽക്കം ടു Okay. സ്റ്റാർ മാജിക്. മൗനി കൊച്ചുമോനും പോവാറായില്ലേ? ഏറ്റതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഷൈൻ ചെയ്തിട്ട് പണ്ട് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പാട്ട് പാടി ഫസ്റ്റ് ക്ലാസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുത്തിക്കൊണ്ട് അതിൽ നടക്കുക, പുറത്ത് ചായ കുടിക്കുക, ബോണ്ട തിന്നുക, ഈ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ബോണ്ട തിന്നുക പോണോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താ ഇവർക്ക് അത് ഗെയിമിന് ഇവർ ക്യാരക്ടർ ട്രെയിനിങ് അടിപൊളിയായിരിക്കും. അപ്പൊ പിന്നെ ഫുൾ നിങ്ങൾ ചെയർ പൊക്കി കൊണ്ടുവരേണ്ടി വരും. അവൻ ഗെയിം കളിക്കാൻ പറയുമ്പോൾ പറയും നടക്കില്ല നടക്കില്ല നടക്കില്ല. അല്ല, ഗെയിമിന് എന്തെങ്കിലും സപ്പോർട്ട് ആവുമെങ്കിൽ നിൽക്കട്ടെ, നല്ല രസമുണ്ട്. ഭയങ്കര സപ്പോർട്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം ഇവരുടെ ഈ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. വേഗം ഉടുപ്പ് മാറിയിട്ട് വന്ന് 2 ബലൂൺ തരാൻ ചവിട്ടിപ്പെട്ടി. നടക്കില്ല നടക്കില്ല നടക്കില്ല. അപ്പോൾ ശശാങ്ക കസാര എടുത്തിട്ട് വരും. അപ്പൊ എന്താ പരിപാടി വലുത്? അതൊക്കെ അവിടെ ഇട്ടോളൂടാ, അവിടെ ഇട്ടോളൂ. അങ്ങനെ അടുത്ത അക്കാഡമിക് ഇയറിലെ ക്ലാസ്സുകൾ നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികൾക്കായിട്ട് അവരുടെ അക്കാഡമിക് സിലബസ് വളരെ കൃത്യമായിട്ട് ചാപ്റ്റർ അടിസ്ഥാനത്തിലാണ് 90+ മൈ ട്യൂഷൻ ആപ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ നിലവിലുള്ള സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഈ സബ്ജക്ട്സ് കൂടാതെ നിങ്ങൾക്കായിട്ട് സോഷ്യൽ സയൻസ്, അതുപോലെ ഹിന്ദി, ഇംഗ്ലീഷ്, ഈ സബ്ജക്ട്സ് എല്ലാം 90+ൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്കായിട്ട് UP ക്ലാസ്സുകൾക്ക് വെറും 4000 rupees ആണ് ഫീസ് ആയിട്ട് ഈടാക്കുന്നത്. ഹൈസ്കൂളിൽ 5000 rupeesനും ഹയർ സെക്കൻഡറി ലെവലിൽ 8000 rupeesum ആണ്. സോ ഇത്രയും റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് ശരിക്കും ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആക്കി, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കി മാറ്റാൻ പറ്റും. സോ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യുക 90+ മൈ ട്യൂഷൻ ആപ്പ്. യൂഷ്വലി നമ്മൾ 2 ടീം ഒരുമിച്ചല്ലേ ഗെയിം കളിക്കാറ്. ഇത്തവണ നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഗെയിം കളിക്കാം. സ്റ്റാർ മാജിക്കില് ഇനി നമ്മൾ പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് പറയട്ടെ? പറയാൻ പോവാ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഡുമുക്കി ഡുമുക്കി ജാനകി. നല്ല പേര്, മുതുക്കി മുതുക്കി ജാനകി. നല്ല പേര്. കളിക്കണവര് മുതുക്കന്മാരും മുതുക്കികളായിരിക്ക. അങ്ങനെയല്ലേ പറഞ്ഞേ? ഞാൻ ഡുമുക്കി ഡുമുക്കി ജാനകി എന്നാ പറഞ്ഞേ. ഡുമുക്കിയാണോ? എന്റെ തെറ്റാ, എന്റെ തെറ്റാ. ഓക്കെ, അപ്പൊ ഡുമുക്കി ഡുമുക്കി ജാനകി പേര് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, ജാനകിയോട് ഒരു പ്രത്യേക ഇഷ്ടം. ആ ഇഷ്ടം എന്താ കാരണം? ടപ്പ് ടപ്പ് ജാനകി. ഓക്കെ, ഇത് രസമായിരുന്നു. ആ കൊച്ചുണ്ടാപ്രി എന്നുള്ള സനുഷയുടെ വിളിയും ഭയങ്കര ചക്കരയായിരുന്നു. ഇപ്പോഴും ആ ഒരു മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം. ഒന്ന് വിളിക്കോ? കൊച്ചുണ്ടാപ്രി ഉണ്ടെന്ന് സപ്പോസ് ഒന്ന് വിചാരിക്കൂ. എന്നിട്ട് എങ്ങനെ വിളിച്ച്? ഇവിടെയുള്ള തങ്കച്ചനാപ്രി ഉണ്ട്. ഇവിടെ മതിയോ? ഓക്കെ, മതി. തങ്കച്ചൻ ടാപ്പറ? അയ്യോ, ആപ്രിയ. തങ്കച്ചൻ ആപ്രിയല്ല, തങ്കച്ചൻ ആക്രിയ. എടാ കൊച്ചുണ്ടാപ്രി. അയ്യോ, എന്നെ വിളിച്ചു കൊച്ചുണ്ടാപ്രിയെ വിളിച്ചു. തങ്കച്ചനാപ്രി വിളിക്കാൻ തങ്കച്ചൻ ഉണ്ടാക്കി ഫ്രീ. കൊച്ചുണ്ടാപ്രിയെ വിളിച്ചേ. 4 വയ്യെങ്കിലും അവന്റെ ആ കൊച്ചു വിളിച്ചപ്പോൾ ഓട്ടം കണ്ടോ? ഹലോ, കാഴ്ച സിനിമയിൽ ആ കുട്ടി
എവിടെയാണ് കൊച്ചുണ്ടാപ്രി? അതെ ഇത് കൊച്ചുണ്ടാക്കരി, ഇത് കൊച്ചുണ്ടാക്കരി ഫ്രീ ആണ്, ആർക്ക് എവിടെ വേണമെങ്കിലും വിളിക്കാം. എടാ നീ കൊച്ചു മാക്രിയാണ്, ഇത് കൊച്ചുണ്ടാപ്രിയാണ്. ഉണ്ടാപ്രി അതാണ് ഫ്രീ ആണെന്നാ പറഞ്ഞത്. കവളി പിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഇവന് തുഴഞ്ഞെങ്കിലും അങ്ങ് എത്തിയാ മതി. സിറ്റുവേഷൻ കിട്ടാൻ കാത്തിരിക്കാൻ കാല് വയ്യാ, തുഴഞ്ഞെങ്കിലും എത്തിയാ മതി അവന്. ഒന്നും കൂടെ പോടെ കൊച്ചുണ്ടാപ്രി. നന്നായിട്ടൊരു പിച്ചു കൊടുക്കായിരുന്നില്ലേ അല്ലേ? അല്ലെ ആ സിനിമയില് പിന്നെ സനീഷയുടെ പേരെന്താണ്? അമ്പിളി. അമ്പിളി. ആ ഇനി വിളി പോടെ കൊച്ചുണ്ടാപ്രി. അമ്പിളി ചേച്ചി. റിഹേഴ്സൽ മതി, റിഹേഴ്സൽ മതി. ഞാൻ വാന്ന് പറഞ്ഞ പോലെ തന്നെ പോവാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വാ വാ വാ, ഒറ്റ ടേക്കിൽ ഓക്കെ ആയി. വാ, ബ്രില്യന്റ് ആർട്ടിസ്റ്റ്. ബുക്ക് ആർട്ടിസ്റ്റ് വാ, നല്ലൊരു കൈയ്യടി കൊടുക്കാം താങ്കത്തിന്. ഒറ്റ ടേക്കിൽ ഓക്കെ ആയി. വാ. പറ ഹലോ ഹലോ ആ അണ്ണാ 40-45 വയസ്സായില്ലേ അണ്ണാ? അണ്ണാ പലപ്പോഴായിട്ട് 40-45 വയസ്സായില്ലേ? കൊച്ചുട്ടാഫ്രിന്ന് വിളിച്ചപ്പോഴേ ഓടി ഇനി വന്നല്ലേ അണ്ണാ? സനീഷ് അവിടെ ഇരിപ്പുണ്ട്. അതല്ലേ അപ്പോഴേ ഇനി ഓടി വന്നല്ലേ അണ്ണാ? അണ്ണാ തുടച്ചിടണം, ഞാള് പോയിരിക്കുന്നു വായില് അണ്ണാ. അല്ല ഇത് റോങ് നമ്പർ, ഇത് റോങ് നമ്പർ. ഇത് മണിയോടുള്ള വളം ഡിപ്പാണ്, ഇത് റോങ് നമ്പറാണിത്. കൊച്ചുട്ടാഫ്രി ഇല്ലല്ല ഒന്നും പറയണ്ട. ഇന്ന് മുതൽ ഞാനാണ് സ്റ്റാർ മാജിക്കിലെ കൊച്ചുട്ടാപ്പരി. അല്ലേ? ഭയങ്കര തമാശ എന്തോ പറഞ്ഞോട് ഭയങ്കര ചിരിയും അപ്പൊ എനിക്ക് കിട്ടാനുള്ള കിട്ടി. അപ്പൊ ഞാൻ കിട്ടിയത് കൊണ്ട് അങ്ങ് പോട്ടെ. ഓരോ ഞാൻ വിചാരിച്ചു കുറച്ച് നിങ്ങൾ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുന്നത്. സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കാഴ്ചയിൽ ആ കൊച്ചുണ്ടാപ്പറിയുടെ അതേ ലുക്ക് ഉണ്ടോ? ഈ അതിനേക്കാളും ലുക്ക് ഉണ്ട്. ഇനി അത് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് ഓടിച്ചെല്ലണ്ട, അവിടെ പോയിരിക്കും. അപ്പൊ നമ്മള് ഡുമുക്കി ജാനകി എന്നുള്ള ഗെയിമിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. ഈ ഗെയിം എങ്ങനെയാ കളിക്കണ്ടേന്ന് പറഞ്ഞാലേ, ഒരു ടീമിന് 4 പേരായിരിക്കും വരിക. അറ്റ് എ ടൈം ഒറ്റൊരു ടീം തന്നെ കളിക്കുള്ളൂ കേട്ടോ. അതായത് ഒരാൾ ആറ്റത്ത് നിൽക്കും, ഒരു തൊപ്പി ഉണ്ടായിരിക്കും, ഒരു ഹാറ്റ് ഉണ്ടായിരിക്കും ആളുടെ കയ്യിൽ. ഈ ഒരു റോഡ് ഇതിന് എന്താ പറയാ? ഒളിക്കാന്ന് വാഴത്തടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ പണ്ട് ആറ്റിലെ കുളിക്കാൻ പോകുമ്പോൾ അല്ല വാഴപ്പിണ്ടി തന്നെയാ തൃശ്ശൂരും പറയാ. അപ്പം വാഴപ്പിണ്ടി ഇങ്ങനെ 3 പേരും ഇങ്ങനെ പിടിച്ചു നിൽക്കും കേട്ടോ. സംഗതി ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ഇവരുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തൊപ്പി വെച്ചിട്ടുള്ള ആൾ, അതായത് ഇത് ഇങ്ങനെ തന്നെ നിൽക്കണം, വീഴണേക്കാളും മുന്നേ ഇപ്പുറത്തേക്ക് ഓടി വന്ന് ഇത് പിടിക്കണം. ലൈക്ക് റിലേ, ഇവിടുത്തെ ആളും അങ്ങോട്ട് പോകണം. 2 താഴെ വീഴണേക്കാളും മുന്നേ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ആൻഡ് ഈ ഹാറ്റ് വെച്ചിട്ടുള്ള ആളും നടുവിലെത്തും. അത് കഴിഞ്ഞ് അടുത്തത് ഇവർ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അറ്റ് ദ സെയിം ടൈം ഈ ഹാറ്റ് വെച്ച ആൾ അറ്റത്തെത്തുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു ടീം മെമ്പർ ഇരിക്കുന്നുണ്ടായിരിക്കും. ഹാറ്റ് പുള്ളിക്ക് വെച്ചു കൊടുക്കണം. ഏറ്റവും കൂടുതൽ ഹാറ്റ് കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാ. അപ്പൊ ഡുമിക്കി ജാനകി കളിക്കാം. അപ്പൊ ഡുമിക്കീസ് ആണോ ഡുമുക്കന്മാരാണോ ആദ്യം വരണേ? ഞങ്ങളുടെ ടീമിൽ ഡുമിക്കികളാണ്. ഡുമിക്കികൾ അനു ഡുമിക്കി, അന്ന ഡുമിക്കി, അഭിരാമി ഡുമുക്കി, അബി ഡുമിക്കി. ഓക്കെ, അപ്പൊ 3 പേര് വന്നോളൂ. 4ാമത് ഒരു ഡുമുക്കൻ അവിടെ. അഭി മുതുക്കിയോ? അഭി ഡുമിക്കി. സ്റ്റാർട്ട് ചെയ്യാം. കം. വെരി ഗുഡ്. തലയിൽ വെച്ച് കൊടുക്കണേ. അവിടെ തള്ളി മറിച്ചിട്ട് ചവിടുക. നിന്റെ അമ്മായിമ്മയാണോ അത്? കണ്ടോ? വെരി ഗുഡ്. ബെഞ്ചമിൻ ബ്രൂണോ. അത് തന്നെ സാധനം. വെരി ഗുഡ്. നേരെ അത് തന്നെ. അയ്യോ, ടീം മെമ്പേഴ്സിനെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ബെഞ്ചമിൻ ബ്രൂണോ. മക്കളെ നിങ്ങളെങ്കിലും കണ്ടതേ അവിടെ പോ. വെരി ഗുഡ്. അത് തന്നെ. റാംജി റാവിൽ ഇന്നസെന്റ് തൊപ്പി വെച്ചാരി വന്ന് പിടിച്ചല്ലോ. വെക്ക്, എന്റെ തലയിലേക്ക് വെക്ക്. വെരി ഗുഡ്. പഠിച്ചു പോയി
തുടങ്ങി കഴിഞ്ഞപ്പോൾ 1 to 3 പ്രോപ്പർ ആയിട്ട് ടൈമിങ്ങിൽ ഇവർ എണ്ണം പഠിച്ചു. നല്ല ബാലൻസിങ് ആയിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ 3 പേരും കോംപ്ലിമെന്റ് ചെയ്ത് കളിച്ചു. ടോട്ടൽ പോയിന്റ്സ് എത്ര ഹാറ്റ് ഇവർ കളക്ട് ചെയ്യുന്നു അത്രയും പോയിന്റ്സ് അവർക്ക് കിട്ടും. 8 പോയിന്റ്സ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായിരുന്നു കാണാൻ. 1, 2, 3 കൺഫ്യൂഷൻസ്. 3 ആണോ 2 ആണോ 1 ആണോ അതോ 4 ആണോ ഫസ്റ്റ്? ഓക്കെ, അപ്പം ഇനി ഡുംകീസ് തന്നെ വരട്ടെ അല്ലെ, പെൺപട തന്നെ വരട്ടെ. പ്ലീസ് വരൂ. വെരി ഗുഡ്. അടിപൊളി. മകളെ മകളെ ആ തട്ടി വീഴല്ലേ. വെരി ഗുഡ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിർത്തി വെച്ചിരുന്നു. ഓ വെരി സൂപ്പർ ഗുഡ്. സൂപ്പർ. സമയമില്ല. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഐശ്വര്യ തുപ്പിട്ട് കള്ളറ് നിർത്തി ഒറ്റ ഓട്ടം ഓടിക്കും. ആ അടിപൊളി അടിപൊളി അടിപൊളി. ഐഷു സ്പീഡ്. മോളെ ഇങ്ങോട്ട് മോളെ വെരി ഗുഡ്. മോളെ മോളെ. ആ അടിപൊളി. ആ അത് തങ്കച്ചനാണ് കുറ്റിയല്ല. തങ്ങളുടെ 2 കാലുകൾ സൂക്ഷിച്ചോളൂ. ചേട്ടു മക്കളെ ഒറ്റ ഓട്ടം. കയ്യൊക്കെ എടുത്താൽ മതി. അത് തന്നെ. വെരി ഗുഡ്. ആ ഐഷു. ഓക്കെ ഗുഡ്. പുറത്ത് ആ പിടിച്ചോ. വെരി ഗുഡ്. ചാച്ചിട്ട് ഓടല്ലാട്ടാ. വെരി ഗുഡ് അല്ല അല്ല ലക്ഷ്മി. ഈ വെള്ളയുടെ പുറത്ത് വെച്ചിട്ടൊക്കെയാ പോണേ. ഓക്കെ വെരി ഗുഡ്. മക്കളെ ചൂണ്ടാക്കളെ. കളെ ആരാണോ മാക്രി അറിഞ്ഞത്? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിർത്തി നിർത്തി. വെള്ളക്കാറ്റ് ഇങ്ങനെ ധരിച്ചിട്ട് ഓടിക്കാൻ. എന്തായാലും നല്ല രീതിയിൽ ഇവര് കളിച്ചു. ടോട്ടൽ എത്ര പോയിന്റ്സ് ആണെന്നുള്ളത് അറിയണ്ടേ? തങ്കു 1, 2, 3 എണ്ണി കാണിക്കൂ. തങ്കു 1, 2, 3, 4, 5, 6, 7, 8, 9. ഒരെണ്ണത്തിന് എത്ര രൂപയാ? ഓക്കെ, അപ്പോഴേ ടോട്ടൽ 9 ഹാറ്റ്സ് ആണ് തങ്കുന്റെ ടീം കളക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ബിൻഷന്റെ ടീം ടോട്ടൽ 8 ഹാറ്റ്സ് ആണ്. പക്ഷെ ഇവിടെ ടോട്ടൽ 8 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഒരെണ്ണം ഫൗൾ ആണ്. അതായത് ഇവിടെ നിങ്ങൾ പോയിന്റിന്റെ ഇപ്പുറത്തേക്കായിരുന്നു, ഈ ഒരു വൈറ്റ് പോയിന്റിന്റെ ഇപ്പുറത്തേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനി എന്ത് ചെയ്യണം? ടൈല് നിൽക്കുമ്പോ ഒരു റൗണ്ട് കൂടെ പോയല്ലോ. ആ പോകാം. തങ്കച്ചന്റെ ഒരു ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 8 തീർന്നു നന്നായി. 10 കഴിഞ്ഞ അവൻ എന്നാണോ അറിയില്ല. ഇനി ഭയങ്കര കൊട്ട കോമ്പറ്റീഷൻ ആയിരിക്കും കേട്ടോ. കാരണം 2 ടീമിനും 8 കിട്ടിയിട്ടുള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യും? ഇനി നമ്മൾ ഒരു റൗണ്ട് കൂടെ പോവാ. ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ അത്ര ടൈം നിങ്ങൾക്ക് കിട്ടില്ല. കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഇടാൻ വേണ്ടി നോക്കുക. അപ്പൊ ടീംമേറ്റിന്റെ ടീം, അതായത് ബിനിച്ചേട്ടന്റെ ടീം ഇവിടെ സെറ്റ് ആണ്. ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്. അല്ല ഇതാണ് സർക്കസുകാരുടെ കുഞ്ഞാ. കുറച്ച് സമയമുള്ളൂ. മതി മതി ഞങ്ങള് അങ്ങോട്ട് മറക്ക അങ്ങനെ പോണേ. നീ എങ്ങോട്ട് മറക്കല്ലേ? നിങ്ങൾക്ക് വാങ്ങിക്കുന്നു പ്രാവശ്യം. വെരി ഗുഡ് സൂപ്പർ. പഠിപ്പ് ആളില്ലാത്ത ഒന്ന് ഇങ്ങനെ 1, 2, അയ്യോ 1, 2, 3. വെരി ഗുഡ്. ചെല്ലു വെരി ഗുഡ്. വേഗം ശ്രീനിവാസിന്റെ വീറിയാ പോണം. അടിപൊളി. അവിടവല്ലി ഹലോ പ്രണയ അമ്മാവേ.
നിർത്തിയിട്ട് ഓടിയത്. അയ്യോ പർസ്. അതെ നിങ്ങൾ തമ്മില് വെരി സാറേ പോയി. ഇല്ല. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഫൈനൽ റൗണ്ട് ആയിരുന്നു. ഈ റൗണ്ടിൽ സനൂഷ ഭയങ്കര ചിരിയായിരുന്നല്ലോ. ഏറ്റവും ചിരി വരാനുള്ള ആ ഒരു ഫാക്ടർ എന്തായിരുന്നു? ഇല്ല, ഇവിടെ തൊപ്പി എടുക്കാണ്ട് ഓടാൻ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പറയുന്നുണ്ട് തൊപ്പി എടുക്ക്. ശരി, അനു എത്ര പോയിന്റ്സ് ഉണ്ട്? 8 പോയിന്റ്സ് ആണ് ഇവര് സ്കോർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ മണ്ടന്മാരല്ല ഇരിക്കുന്നത്. അനുവിന് എണ്ണുമ്പോ ചിലപ്പോ 8 ആണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ 7 പോയിന്റ്സ് ആണ് അവർ സ്കോർ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇനി ടൈ ബ്രേക്കറിലേക്ക് അവർ വരുന്നത്. അവർക്ക് നേരത്തെ സെയിം പോയിന്റ് ആയിരുന്നല്ലോ. സോ ഇനി 7നേക്കാൾ ഒരു പോയിന്റ് നിങ്ങളാണ് കൂടുതൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ജയിക്കുക. അപ്പൊ തങ്കുവിന്റെ ടീമിന് ഓൾ ദ ബെസ്റ്റ്. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങേയറ്റത്ത് നിന്ന് IB ശശി സാറിനെ ഇറക്കിയിട്ടുണ്ട്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്. 1 2 3 4 പോകണം. വെരി ഗുഡ്. വെരി ഗുഡ്. അടിപൊളി. വേഗം വേഗം. വാ. അയ്യോ. വേഗം. 1 2 3 എണ്ണിക്കൂടെ? 1 2 3 1 Yes. 1 2 3. എടാ പോടാ, അതല്ലേ ആ അപ്പുറത്തേക്കാൻ പറഞ്ഞു. എടാ നീ ആ വഴി പോടാ. നീ വാടാ ഡേ, ആ വഴി പൊക്കോ. Cheers. അവിടെ ഇരുന്നോ. Okay, വേഗം ശ്രീവിദ്യ. തൊപ്പി തലയിലോ കേട്ടാ. 1 2 3 go. Very good. ഇവിടെ 1 2 3 go. Wow. അത് പോയില്ല. Yes. Okay, guys, സമനിലയായിരിക്കുകയാണ്. Yes. Very good. 1 2. വെരി ഗുഡ് മക്കളെ. വരി മക്കളെ. വെരി ഗുഡ്. Okay. താ ചെണ്ണും പോലെ എണ്ണി കാണിക്കും മക്കളെ. ഇംഗ്ലീഷിൽ 2 3 Yeah. 4 Yeah, come on. 6 Okay. 7 Okay, come on. 8 Come on, Wow. baby. 9
എനിക്ക് വേറെ മൂടില്ല. ഓക്കെ. ഓ കമാൻ. ഓ ബേബി കമാൻ. ഓക്കെ. Congratulations to Tango and team. ഓക്കെ ഓക്കെ. 12 points ഇവർ സ്കോർ ചെയ്തു. 7 ആയിരുന്നു ഇവരുടെ ടീമിനെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫാർ ക്രോസ് ചെയ്തിരിക്കുകയാണ്. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് നമ്മുടെ എന്താ പറയാ ശശുവിനും. എനിക്ക് വേണ്ട വേണ്ട, അവർക്ക് കൊടുത്താൽ മതി. അവർക്കേ ഉള്ളൂ. അങ്ങനെ ഇതും പട്ടിണിയോ? ശശുവിനും നമ്മുടെ ഷിയാസിനും അതുപോലെ തന്നെ ശ്രീവിദ്യയ്ക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 5 മിനിറ്റ്സ് എടുക്കൊന്നും വേണ്ട, നിർത്തി പറഞ്ഞാൽ മതി. 3.5 മിനിറ്റില് ഇവര് അതായത് 7 എന്നുള്ള ആ ഒരു ഡെഡ് പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് നിങ്ങൾ ക്രോസ് ചെയ്തു 3.5 മിനിറ്റില്. ഗുഡ് ജോബ്, നന്നായിട്ട് കളിച്ചു. അപ്പം ബിൻഷോയുടെ ടീം 3 മിനിറ്റാ പറഞ്ഞത്. മുട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് Enjoy ചെയ്തോ? ഞാൻ ഇവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നത്. ശരിക്കും ഓരോരുത്തർ പിടിക്കുമ്പോ ഞാൻ ഇവിടെ നിന്നാണ് പിടിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് അനുവിന്റെ മിമിക്രി ശ്രദ്ധിച്ചായിരുന്നോ? അനു അല്ലേ ബസർ അമർത്തിയത്? ബസർ എന്നിട്ട് നല്ല തുളസിയിലെ കരിപ്പട്ടി നല്ല കാപ്പി ഇട്ട് തരാം ഞാൻ നിനക്ക്. പഴയ ലാത്തിയില്ലേ, അത് പോണ പോലെ ഉണ്ട് ഈ ശബ്ദം കേൾക്കുമ്പോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഗെയിമിന്റെ പേരെന്തായിരുന്നു? ഡുമുക്കി ഡുമുക്കി ജാനകി. ഈ ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ തങ്കു ആൻഡ് ടീം. പേര് കേട്ട വരൂ. എടാ നിനക്ക് ഇതാണ് നന്നായിട്ട് ചേരുന്നുണ്ടടാ. നീ ഫുട്പാത്തിൽ പോയി ഇങ്ങനെ ചെയ്ത് അടിപൊളിയായിരിക്കും. തൊപ്പിക്ക തോറ്റ് തൊപ്പി എടുത്തവർക്ക് ഞങ്ങൾ ഈ തൊപ്പി ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ ഇതിലും ഇനി കൂടുതൽ ഡിസ്കഷന്റെ ആവശ്യമില്ലല്ലോ. ഇന്നത്തെ എപ്പിസോഡ് ത്രൂ ഔട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സും കണ്ടു. അയ്യോ ക്ലൈമാക്സ് ആയിട്ടില്ല, ഗെയിമിന്റെ ക്ലൈമാക്സ് ആയിട്ടുള്ളൂ. പക്ഷേ എപ്പിസോഡിന്റെ ക്ലൈമാക്സ് ആണെങ്കിൽ അറിയാലോ, സനൂഷ എപ്പിസോഡ് കാണാറുണ്ട്, അച്ഛൻ ഭയങ്കര ഫാനാണ് സ്റ്റാർ മാജിക്കിനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു വഴിപാടിലേക്ക് ഭഗീരഥൻ പിള്ള അറിയാലോ, വലുത് ചെറുതെന്നൊക്കെ. ഇത്രേ ഉള്ളൂ. ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേക്ക് ജിങ്ങനമണി അടിക്കാം. അത് കൂടാതെ ജയിച്ച ടീമിന് തോറ്റ ടീമിന് ഞാൻ അടിക്കുന്നില്ല, വേറെ പിള്ളേർക്ക് കൊടുക്കട്ടോ. എന്താണ് ബെസ്റ്റ് പെർഫോമർ വേറെ ഏതെങ്കിലും പിള്ളേർക്ക് കൊടുക്കും. എനിക്ക് വേണ്ട. അല്ലെങ്കിൽ പണിയെടുക്കാത്ത ആൾക്കാർ ഇല്ല ആര് പണി? പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കണ്ട. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തത്. എനിക്ക് സത്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ബിൻചേട്ടൻ കളിച്ചപ്പോ, കാരണം മുട്ടിനൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട്. പക്ഷെ ബ്രില്യന്റ് ആയിട്ട് കളിച്ചു. അത് എടുത്ത് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഫോർ എ ചേഞ്ച് അല്ലെങ്കിൽ ഒരു വെറൈറ്റി. ഇന്ന് ജിങ്ങനമണി അടിക്കുമ്പോഴേ ഒരു ഡപ്പ് ജാനകി ഇട്ടാലോ? അപ്പൊ അതിനെ വരും. ഡപ്പ് ജാനകി പാട്ടിന് നമ്മുടെ ജാനകി തന്നെ വന്നാലോ? ഇത്തിരിയും കൂടെ രസം ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ ഏതായാലും ഇന്ന് നമ്മള് സനൂഷ് നമ്മള് വിളിക്കുകയാണ് ജിങ്ങനമണി അടി. ഓക്കെ, അപ്പൊ തുടങ്ങല്ലേ പ്ലീസ്. അടി സനൂഷ് കൂട്ടമണി. ഓക്കെ
അപ്പൊ ഇനി സനുഷ് അവിടെ പോയിരുന്നോട്ടെ. ആരെങ്കിലും അടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. കാണാം അല്ലേ? ശരി, ഓക്കെ, പ്ലീസ്. യൂഷ്വലി നമ്മള് എന്താ പറയാ തോറ്റ ടീം എന്നൊക്കെ പറയും, പക്ഷെ ഇന്ന് നിങ്ങൾ എല്ലാരും ബെസ്റ്റ് ആയിട്ട് കളിച്ചു കേട്ടോ. ജസ്റ്റ് ഒരു എല്ലാരും കളിച്ചു. അത് കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു വിഷമമുണ്ട്. പക്ഷെ അവിടെ ഒരു ടൈ ബ്രേക്കർ വന്നു. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. വെച്ച് താമസിക്കാൻ നമുക്ക് ആ ചേരപ്പള്ളി ഗുണ്ട് ഞെരക്കിരുതേ കൊള്ളായിരുന്നു. എന്നെ അടിക്കാൻ ബ്രദർ ജൂസൻ വരുന്നുണ്ട്. അതെ അതെ നമുക്ക് ആരനാട് ഗുണ്ട ഞാൻ വിളിക്കാണ്. MGR-നെ കണ്ടുണ്ട്. MGR അല്ല അല്ല ഒരു ചെറിയ മീശ മാത്രം മതി. അത്യാവശ്യം കൂടുതൽ സംസാരിക്കണ്ട, അടിച്ചിട്ട് പോ. നീ അല്ലേ പറഞ്ഞ കൂടുതൽ സംസാരിക്കേണ്ട அது நடந்து விட்டால் அந்த ஏழைகள் வேதனை விடமாட்ட அவர் உள்ளவரை அந்த கண்ணீர் கடலிலே விடமாட்டே அந்த கண்ணீர் கடலிலே விடமாட்டே. കഴിഞ്ഞിട്ട് എന്നെ കമ്പോച്ച് അടിച്ചില്ലേ? രണ്ടടി അടിക്കാൻ പാടില്ലാട്ടാ. ഇല്ല, അതുകൊണ്ടല്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള അടി തരുമ്പോ എന്തിനാണ് വിജയിച്ചവരെ പിച്ചുന്നത്? നോക്കിയ പാട് കാണാൻ പക്ഷെ ഇപ്പം പിച്ചില്ല. മുല്ല ഒരു അവിടെ ക്യാമറയാണ് സത്യം പറ. ഹലോ ഹലോ, ക്യാമറയാണ് സത്യം. ക്യാമറമാനാണോ സത്യം? ക്യാമറൂനാണ്, ജെയിംസ് ക്യാമറൂനാണ് സത്യം. ഈ പിച്ചിയ മുല്ല അവിടെ എല്ലാം കണ്ടോണ്ടിരിക്കാന്ന് കാണിക്കല് പാവം കിട്ടും ചേട്ടാ. ഒന്നത്തെ കാല് വയ്യാത്ത നീ ഇങ്ങോട്ട് പോ. ഞാൻ ചോദിക്കണം. കുറെ നാളായി ഞങ്ങള് ഭാര്യയും ഭർത്താവും ഒരുപാട് സിനിമയിൽ മരട് മാർക്കറ്റിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ മരട് മാർക്കറ്റിൽ വെച്ച് ഞങ്ങൾ അങ്ങനെ. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? നീ എന്ത് വേണമെങ്കിലും ചോദിക്കാം. പറഞ്ഞ ഞാൻ ചേട്ടൻ അടിക്കത്തില്ല. കുസൃതി ചോദ്യം. കുസൃതി ഉണ്ടാവണം. അയ്യോ കുസൃതി അങ്ങനെ ചെയ്യോ? നീ പറ. അറിയാല്ലേ? ഒന്നുമില്ല. ഒരു പെൺകുട്ടി വഴിയിൽ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു. രണ്ട് ഗ്രൂപ്പ് ആൾക്കാര്. ഒരു ഗ്രൂപ്പ് ചോദിച്ച് പേരെന്തുവാന്ന് ചോദിച്ച്, അപ്പുറത്തെ ഗ്രൂപ്പ് ചോദിച്ച് കേസാക്കണോന്ന്. ഈ രണ്ട് ഗ്രൂപ്പിനോടും കൂടി ഈ പെൺകുട്ടി ഒരു ഉത്തരം കൊടുത്തു. വേണ്ട. അങ്ങനെയാലോ? അല്ല അല്ല. പറ. കേസ് മതി. അപ്പൊ നീ തല്ലുമല്ലോ. തല്ലൂന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇവള് പറഞ്ഞു ഇതിന് ഉത്തരം പറയണ തല്ലില്ലെന്ന് പറഞ്ഞില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. പാലിക്കണ്ടേ വേണ്ടേ? അല്ല, ആ ഉത്തരത്തിനുള്ള ചെയ്യാൻ പാടില്ല. വാക്ക് പാലിക്കണ്ടേ? കറക്റ്റ് പറഞ്ഞ അടിക്കത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ക്രച്ച് ആൻഡ് വിൻ സമ്മാനം ആയി പോകാൻ പോകുന്ന കളരിക്കാരി അന്തർജനം. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ അടിക്കുന്നത്? ഇവൻ ജിമ്മ. നീ കളരി അറിഞ്ഞിട്ട് അഹങ്കാരം, ഈഗോ. തരും ഒരു ദിവസം കിട്ടുമ്പോ ഞാൻ ഒരു ദിവസം ഞാൻ ലാസ്റ്റ് ദിവസം മർമ്മത്ത് കുത്തിയിട്ട് ഒറ്റ ഓട്ടം. പിയാസ് മേളോട്ട് നോക്കി വയ്ക്കും. ചൈതന്യമായിട്ട് വാ. ചുന്ദരി വാവേ ചായോ ചായുറങ്ങ്. ചായോ ചായുറങ്ങ്. കോട്ടയത്ത് ലോഡിങ്ങിന്റെ പരിപാടിയാണ്. എങ്ങനെ സാധിക്കുന്ന കുട്ടി ഇങ്ങനെ? സൂര്യകിരീടം ഞാനിപ്പോ വീഴ്ത്താം. ഞാൻ എടുത്തോളാം. അയ്യോ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് പൊളിഞ്ഞു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ സ്ക്രിപ്റ്റ് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് ഞങ്ങളെ പ്രേരിപ്പിച്ചതുമായ ത്രിവിധ ചേച്ചിക്ക് ഈ വേള ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞാൻ മര്യാദക്ക് ചെയ്യാൻ നിന്റെ നടുവെട്ടുന്ന അഭിനയം പോകായിരുന്നു. ടീമേ വാ.
വല്ലപ്പോഴും എത്ര ഇറച്ചി കഷ്ണം കിട്ടണേ. ജയഭാദ്ര അടി കൊണ്ടിട്ടില്ല. ജയഭാദ്ര എന്താ പേര്? ശകുന്തള. അടിയുള്ള നിൽക്കുന്നത്. എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ആ സിമ്മുള്ള കയ്യാ വിളിക്കുക. ഹലോ അലമ്പോനി ടീമാണ്. ഒന്നുമില്ലടാ, വെറുതെ വിളിച്ചാണ്. എന്നെ ഇവിടെ ഒരു ജയഭാരതി എന്ന് പറഞ്ഞ പെണ്ണ് തല്ലാമണ്. ജയഭാരതി ശ്രീവിദ്യ ഒരു പണിപ്പാളിയെ പോലെ തോന്നണ്ടല്ല. അയ്യോ ആ നണ്ട് കറി കൂട്ടി ചോറ് എന്നിട്ട് കിടന്ന് ഉറങ്ങണേണെന്നാ. ആ ചാൻ ഉറങ്ങിക്കോ. നീ എഡിറ്റ് ആർക്ക് ലാഭം. ഓക്കെ കട്ടിടം കളയാ. ആശാനേ ഉച്ചക്ക് നണ്ട് കറിയും കൂട്ടി ചോറ് എന്നിട്ട് ഉറങ്ങിപ്പോയിന്ന്. അല്ലെങ്കിൽ പണിപ്പാളിയാനായിട്ട് അടിച്ചു തന്നെ. എഡിറ്റർമാർക്ക് എനിക്ക് മനസ്സിലായില്ല. എന്ത് സാധനം എനിക്ക് മനസ്സിലായില്ല. സാധനം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ, കമ്മിറ്റിക്കാര് പറഞ്ഞിട്ടുണ്ട് വേഗം നിർത്താൻ. നല്ലൊരു ഐഡിയ കൊടുത്തേ. നല്ലൊരു Perfect. Okay. And a chess, and a two, and a turn, and a pack. Okay. Okay. അങ്ങോട്ട് I am waiting. ഞങ്ങളുടെ ടീമിലെ സിലോപ്പി അടി കൊള്ളാൻ പോന്നേ. ഞാൻ ഓർത്ത് മറന്നുപോയെന്ന് പറഞ്ഞു. അതിനെങ്ങനെ തല്ലെന്ന് ടാസ്ക് കൊടുത്തു ഞാൻ ചെയ്യൂ. ആ ടാസ്ക് കൊടുത്തിട്ട് ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി, നന്നായിക്കോളും. ടാസ്ക് അല്ല ഇപ്പൊ അവർക്ക് ആവശ്യം, ഒരു സൂപ്പാണ്. ഹരിമുരളി പാട്ടിടുവാൻ ക്ലാസിക്കൽ കളിക്കണം. എന്ത് ആ ഡെമോ ദൈവമേ, എല്ലാ ഡാൻസ് മാസ്റ്ററുകളുടെ ഒക്കെ ശാപം കിട്ടും എനിക്ക്. അപ്പൊ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ക്ലവർ ഡാൻസ് കളിക്കണ. ശശാങ്ക് ഇവിടെ 5 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്ന്. അത് ബിനീഷ് ബാസിന് മാത്രമേ ഉള്ളൂ. നീ എത്ര വേണമെങ്കിലും എടുത്തോളാം. ടാസ്ക് വേണോ അടി വേണോ? അടി മതി അല്ലേ? ഒരു കാര്യം നീ ഡാൻസ് അടുത്ത പ്രാവശ്യം പഠിച്ചോണ്ട് വരണം. ഞാനാ അടിക്കുന്നെങ്കിൽ അടിയിൽ നിന്ന് ഒഴിവാക്കാം അല്ലേ? 1 2 3 ഗോ. എന്തെങ്കിലും ഉരുകിയെരിയുമീ മെഴുകുതിരികളെ. എനിക്ക് ശശുവിന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അടുത്ത 2 എപ്പിസോഡ് ഞാൻ കാണില്ല. എന്റെ കാലിൽ 2 എല്ലാം ഒടിഞ്ഞെന്ന് തോന്നുന്നു. അത്രയൊന്നും പറയല്ലേ നീ. അശ്വിൻ എന്തിന് വാക്ക് കൊടുത്ത? എന്താണ് എന്റെ മോൾ അടുത്ത പ്രാവശ്യം ഡാൻസ് പഠിച്ചോണ്ട് വന്നാ ഞാൻ അടിയിൽ നിന്ന് ഒഴിവാക്കും. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ്. കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? നമ്മൾ അടിപൊളിയായിട്ട് എപ്പിസോഡ് ഇന്ന് നല്ല രീതിയിൽ സക്സസ് ആയല്ലോ അല്ലേ? അപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ഡബിൾ ഹാപ്പി ആയിരിക്കും. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം സ്റ്റാർ മാജിക് സ്പെഷ്യൽ പാർട്ട്ണർ കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് ആൻഡ് ഷുവർ ലേണിംഗ് ആപ്പ്. Powered by Kanjana Paisa Mix, PhonePe, Scott Floor Cleaner, Sparko Biryani Secret Masala, Lana Technologies, our Spice Partner Eastern, our online education partner Xylem MBBS Mobile Entrance App, our special partner Chris Pello, and our health partner Kavalari saying tada, bye bye, good night.